മീരാമാക്സ് സ്റ്റോറീസിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളുടെ വിദ്യക്കുട്ടിയുടെ കല്യാണമാണെന്നുള്ളത്. യെസ്, ഇന്ന് നമ്മളുടെ കല്യാണ ദിവസമാണ് മെയ് 11. അപ്പോൾ വിദ്യയുടെ കല്യാണവും പിന്നെ നമ്മളുടെ അക്കാഡമിയിലെ എല്ലാ സ്റ്റാഫുകളും എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. ഓൾറെഡി ഞങ്ങൾ ഇന്നലെ ഒരു ബ്രൈറ്റ് ടു ബി ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്കിന്ന് രാവിലെ ഒരു വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ചങ്ങനാശ്ശേരിയിലുള്ളത്. ഇപ്പോൾ നമ്മൾ തിരിച്ച് കൂത്താട്ടോളത്തേക്ക് പോവുകയാണ്. അപ്പോൾ വിദ്യയുടെ കല്യാണമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. ഞങ്ങൾ ഓടി വന്നപ്പോഴത്തേക്ക് വിദ്യ ഇറങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. വിദ്യ പോവാൻ തിരക്ക് പിടിച്ച് നിൽക്കുന്നു. അപ്പോൾ ബാക്കി നമുക്ക് പള്ളിയിൽ കാണാം. കെട്ടിയിട്ട് വരാന്ന് നമ്മൾ ഹോട്ടലിൽ നിന്ന് റെഡി ആയിട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ കെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ബാക്കി നമുക്ക് പള്ളിയിലെ വിശേഷങ്ങൾ കാണാം. ബാക്കി 2 ഐറ്റം കൂടി കാറിൽ കയറിയിട്ടുണ്ട്. അവർ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മൾ പള്ളിയിലേക്ക് പോകണം. പള്ളിയിൽ പോയിട്ട് കാണാം ബാക്കിയുള്ളവരെല്ലാവരും. നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. കെട്ടൊക്കെ കഴിഞ്ഞു എന്തായാലും. പക്ഷെ കല്യാണത്തിൻ്റെ ബാക്കി ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ വീഡിയോയിൽ കാണാം. ബാക്കി നമ്മുടെ ടീമിനെയും കാണാം. നമ്മുടെ അക്കാഡമിയിൽ നിന്ന് കൊഴിഞ്ഞു പോയ ഓരോരുത്തരായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ആൻ ചേച്ചി, ആതിര ചേച്ചി, ലിജിഷ. ഇനി ഗ്യാങ്ങളെ കാണാനുണ്ട്, പരിചയപ്പെടാനുണ്ട്. കാണാം. ഇത് നമ്മളുടെ വിദ്യക്കുട്ടിയുടെ അമ്മയാണ് കേട്ടോ. എന്ത് തോന്നണം അമ്മ? പറഞ്ഞോ. അമ്മ ഇമോഷണൽ. അമ്മ ഒറ്റയ്ക്ക് ഓടി നടന്ന് എല്ലാം ചെയ്ത് സെറ്റാക്കിയതിന്റെ ഇമോഷനിൽ നിൽക്കുകയാണ്. അപ്പൊ നമ്മളിനി ഒരുപാട് ചോദിച്ച അമ്മയെ വിഷമിപ്പിക്കണ്ട. എല്ലാരും വന്നതിന്റെ സന്തോഷമുണ്ട്, കല്യാണം നടക്കുന്നതിന്റെ ഒരു സങ്കടമുണ്ട്. ഓക്കെ, പറഞ്ഞു വിദ്യേ. പക്ഷെ സങ്കടം വന്നെങ്കിൽ അവള് ഭയങ്കര ചിരിച്ചോണ്ടാ പറയണേ സങ്കടം വന്നു. ഇതിന് എത്ര ദിവസം ലീവ് ഉണ്ട് വിദ്യ? 2 ദിവസം. ഇതിക്ക് ലീവ് വേണ്ടാന്നാ വിദ്യ പറഞ്ഞേക്കുന്നത് കേട്ടോ. അതെ, അക്കാഡമിയുടെ ഉള്ള നിറഞ്ഞ ആത്മാർത്ഥത. പാവം കൊച്ച്. ഞങ്ങൾ പെട്ടെന്ന് മന്ത്രകോടി ചേഞ്ച് ചെയ്യട്ടെ കേട്ടോ. ഇവളുടെ സെക്കൻഡ് ലുക്കാണ്. നമ്മൾ ഷടപട ആകെ 10 മിനിറ്റുള്ള 10 മിനിറ്റിൽ ഹെയർ സ്റ്റൈലും സാരിയും സെറ്റ് ചെയ്തിട്ട് വിദ്യനെ ഇറക്കുകയാണ്. ഇറങ്ങിയില്ല, സ്ലൈഡ് കാണിടാം. അയ്യോ, അങ്ങനെ അവളെ മന്ത്രകോടിയിൽ ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് കഴിച്ചിട്ട് ഇനി രണ്ടാമത്തെ നമ്മളുടെ റിസപ്ഷൻ ഇന്ന് തന്നെയാണ്. അപ്പോൾ റിസപ്ഷൻ ലുക്ക് ചെയ്യണം ഞാനാണ്. അപ്പോൾ ഇനി റിസപ്ഷൻ്റെ ഇടയിലുള്ള കലാപരിപാടികൾ നമുക്ക് അപ്പം കാണാം. അതിന് മുമ്പ് എന്തെങ്കിലും പോയി കഴിക്കട്ടെ. കമോൺ. നമ്മളിപ്പോൾ ഹോളിലെത്തി. ഇനിയിപ്പോൾ ഇവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഹോളിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. നമ്മൾ ഉച്ചവരെയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. ഇനി തിരിച്ച് റൂമിലേക്ക് പോവാണ്. സെക്കൻഡ് ലുക്ക് ചേഞ്ച് ഉണ്ട്. ആവശ്യതയെ കല്യാണം ഉച്ചയായപ്പോഴത്തേക്കും ആവശ്യതയെ. ഇനി ബാക്കി നമ്മളുടെ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോസും ആ വിശേഷങ്ങളൊക്കെയാണ് ബാക്കി. കമോൺ. ഞാൻ ഓടി വന്നു. ഇനി അടുത്ത ലുക്കിന് ചേഞ്ച് ആവണം. ഇനി അടുത്ത ലുക്ക് ചേഞ്ച് ചെയ്തിട്ട് കാണാം. ഒട്ടും ടൈമില്ല. കാട്ടിക്കൊടുക്കട്ടെ. കൂത്താട്ടുള്ള ബ്ലഷ് ഇതാണ് കേട്ടോ. കൂട്ടാൻ പറയരുത്. മീരാമിന്റെ തലയില് താജ്മഹൽ പണിയുന്നുണ്ട്. അവസാനം നമുക്ക് താജ്മഹലാവോ എന്തെങ്കിലും ആവോന്ന് കണ്ടു നോക്കാം. അതെ, ഫ്രീ ആയിട്ടൊരു തല കിട്ടിയപ്പോഴേ
എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ബ്രൈഡ്സിന്റെ ഇഷ്ടത്തിനും നമ്മളൊരു ഐഡിയ ഒക്കെ വെച്ച് അങ്ങ് ചെയ്യാം. ഇതാകുമ്പോൾ നമുക്ക് എന്തും ചെയ്യാലോ, ഉത്തര പിടിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം ശരിയാക്കി തരാം. സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് വിദ്യ കയറി വരികയാണ് ഗൈസ്. കൂടെ ചെയ്തു അല്ല ഹെയർ കേൾ അതെന്നാ അറിയാം, അവന്റെ റൂമാണിത്. അവൻ മേക്കപ്പ് ചെയ്യേണ്ട സമയമായിരുന്നു, അത് ഞങ്ങൾ അതിക്രമിച്ച് കയറി. ഇപ്പോൾ കണ്ട ഒരു ഇംഗ്ലീഷ് കരി ലുക്ക് ഉണ്ടോ എന്നൊന്ന് നോക്കൂ 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 എന്റെ ഇംഗ്ലീഷ് കരിനെ. നാളെ പോയോ അമ്മ പറയാ എന്റെ കൊച്ചത്തി വെക്കോ വിദ്യ നോക്കി. എല്ലാവരുടെ എക്സ്പ്രഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ ചെയ്ത് അനുഗ്രഹമായിരിക്കും. മതിയോ? അതിൻ്റെ ഉള്ളിൽ ക്യാമറ ഉണ്ട്, ക്യാമറ സാർ അതൊരു സെൽഫി ഒക്കെ എടുക്കണേ. അതെ അപ്പൊ എന്റെ കുഞ്ഞിനെ ഞാൻ പറഞ്ഞ പോലെ ഒരു മദാമ കൊച്ചാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് മദാമ കുട്ടി ആയോ ഇല്ലെന്ന് നോക്കാം. എന്ത് തോന്നുന്നു ഇത്? ഭയങ്കര സന്തോഷം. ഞാൻ ഇങ്ങനെ നമ്മളൊരു ഡ്രീം കാണില്ലേ, അതിന്ന് ഫുള്ള് എന്റെ ലുക്ക് മൊത്തം അപ്പൊ ആ ഒരു ഡ്രീം ലുക്കിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യയുടെ കല്യാണത്തിന്റെ അവസാന ഘട്ടത്തേക്ക്, അതായത് റിസപ്ഷനാണ്. ഇനി ഞങ്ങൾ ഒരുങ്ങിയിട്ട് റിസപ്ഷൻ ഹാളിലുള്ള ചെറിയൊരു സീക്വൻസ് കൂടി കണ്ടിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവിടെ കൊണ്ട് അവസാനിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.